പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഓരോ പാപവും നമ്മളിൽ ഓരോ ആന്തരിക മുറിവ് സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഓരോ ആന്തരിക മുറിവും നമ്മളിൽ ഒരു ആത്മീയ ബന്ധനം സൃഷ്ടിക്കുന്നുണ്ട്. ആത്മീയ ബന്ധനത്തിൻ്റെ അടയാളമാണ് ആർക്കും സ്നേഹം കൊടുക്കുക, അതിനുശേഷം അത് നിരസിക്കുക. ആർക്കും സ്നേഹം കൊടുക്കുക, അതിനുശേഷം അത് നിരസിക്കുക. ഭർത്താവിന് സ്നേഹം കൊടുക്കുക, നിരസിക്കുക. ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കുക, നിരസിക്കുക. മക്കൾക്ക് സ്നേഹം കൊടുക്കുക, നിരസിക്കുക. സ്നേഹം സ്വീകരിക്കുക, പിന്നീട് നിരസിക്കുക. അങ്ങനെ മുറിച്ച് സ്നേഹ സംസ്കാരം തകർക്കുക. അതിൻ്റെ കാരണം അന്ധകാരം സ്നേഹസാധ്യതകളെ കീഴടക്കുന്നു എന്നുള്ളതാണ്. ജാഗ്രത വേണം. രണ്ടാമത്, സ്നേഹമുള്ള സഹോദരങ്ങളെ, എല്ലാ ബന്ധങ്ങളിലും ദൈവം അപാരപ്പെട്ട ഒരു ആത്മീയ രഹസ്യം കൊടുക്കുന്നുണ്ട്. ഒരാത്മീയ രഹസ്യവും ഒരാത്മീയ വ്രതവും കൊടുക്കുന്നുണ്ട്. ആത്മീയ രഹസ്യവും ആത്മീയ വ്രതവും തകരുമ്പോഴാണ് നമ്മുടെ ജീവിത തകർച്ച തുടങ്ങുന്നതെന്ന് ഞാൻ പറയും. നമുക്കെല്ലാവർക്കും അറിയാം സാംസന്റെ കഥ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസന്റെ കഥയുണ്ട്. സാംസന് ഒരു ഫിലിസ്തീയക്കാരി പെൺകൊച്ചിനെ കണ്ടപ്പോൾ അവളോട് വലിയ പ്രണയമായി. അവളെ സ്നേഹിച്ചു, അവളെ സ്വീകരിച്ചു. ഈ പെൺകുട്ടി ഫിലിസ്തീയരുടെ മകളാണ്. സാംസൺ അവൾക്ക് ശത്രുവാണ്. സാംസന് ഈ പെൺകുട്ടിയുടെ സൗന്ദര്യത്തോട് മോഹം തോന്നിയെങ്കിലും ശത്രുപാളയത്തിലെ സ്ത്രീ അവൾ സാംസന് ശത്രുവാണ്. ജീവിതത്തിലേക്ക് കടന്നു വന്ന ഉടനെ ഈ സ്ത്രീ ചെയ്തത് എന്താണെന്നറിയാമോ? സാംസണിൽ നിന്ന് ആദ്യം അവൾ തട്ടിയെടുക്കാൻ വേണ്ടി നോക്കിയത് അവൻ്റെ ഉള്ളിലെ രഹസ്യമാണ്. സാംസൺ ഫിലിസ്തീനയുടെ ദേശത്ത് വീണ്ടും വട്ടം കറങ്ങുമ്പോൾ വീണ്ടും അടുത്ത ശത്രു യുവതി വരുന്നു, ദലീല. അതല്പം കടന്നുപോയി. അവളും സാംസനെ സ്നേഹം കൊടുത്തു പിടിച്ചു മടിയിൽ കിടത്തിയിട്ട് രഹസ്യമായി ചോദിച്ചെടുക്കുന്നത് അവൻ്റെ വ്രതത്തെക്കുറിച്ചുള്ള രഹസ്യവും അവൻ്റെ ശക്തിയുടെ രഹസ്യവുമാണ്. അവൻ്റെ വ്രതം എന്താണ്, അവൻ്റെ ശക്തി എന്താണ് എന്നാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അതവൻ വെളിപ്പെടുത്തിയ സമയം തന്നെ സാംസൺ ബലഹീനനായി. അവൻ പറഞ്ഞു, ഞാൻ നസീർ വ്രതക്കാരനാണ്, എൻ്റെ മുടി മുറിക്കില്ല, അവിടെയാണ് എൻ്റെ ശക്തി കിടക്കുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് സ്ഥിരം കൊടുത്തവനാണ്, അവനെ വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്നർത്ഥം. ആ രഹസ്യം അവൾക്ക് കിട്ടിയപ്പോൾ അവൾ സാംസനെ കീഴടക്കി. കാരണം ആ രഹസ്യം അറിഞ്ഞാൽ ആ രഹസ്യത്തെ തകർക്കാനുള്ള മരുന്നും സാത്താൻ ഈ പെണ്ണിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. ആയതിനാൽ അവൾ സാംസനേക്കാൾ ശക്തിയുള്ളവളായി. സ്നേഹമുള്ള സഹോദരങ്ങളെ, സാംസന്റെ കാഴ്ച പോയി. അവൻ തളരും. അവനെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി. അവൻ്റെ കണ്ണു ചൂഴ്ന്നെടുത്തു. വീണ്ടും ശത്രുക്കൾ വന്നപ്പോൾ പഴയതുപോലെ അവൻ യുദ്ധം ചെയ്യാനിടങ്ങി. അവനെ കീഴടക്കി. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളുടെ ഇന്നലെയും ഇന്നും നാളെയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇന്നലെ നീ വ്രതത്തിലും ആത്മീയ രഹസ്യത്തിലും കഴിഞ്ഞപ്പോൾ നീ ശക്തനായിരുന്നു, നിന്റെ ബന്ധവും ശക്തമായിരുന്നു. ഇന്ന് നീ ആത്മീയ വീഴ്ചയിൽ കഴിഞ്ഞപ്പോൾ നിന്റെ ബന്ധം ബലഹീനമായി, നിന്റെ ആത്മീയ രഹസ്യവും തുറക്കപ്പെട്ടു, നിന്റെ ശക്തി ചോർന്നു. നാളെ നീ യുദ്ധത്തിന് പോകും, അതേ വീട്ടിൽ തന്നെ നീ ജീവിക്കും, അതേ ഭാര്യയ്ക്ക് മുൻപിൽ തന്നെ, അതേ ഭർത്താവിന് മുൻപിൽ തന്നെ, അതേ മക്കൾക്ക് മുൻപിൽ തന്നെ. പക്ഷേ ബലഹീനയായി കീഴടക്കപ്പെടാൻ അപാര സാധ്യതയുള്ളവരായി. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാണ്. നാം ഇന്നത്തെ ചർച്ചാ വിഷയം, ഇന്നത്തെ ചിന്താ വിഷയം മുഴുവൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മുടെ ആത്മാവിനെയും കീഴടക്കി നമ്മെ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ സാത്താൻ എതിരെ നിൽക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആത്മീയമൊരുക്കത്തിലാണ് ഈ കൺവെൻഷൻ മുഴുവൻ, പ്രത്യേകിച്ച് ഇന്നേ ദിവസവും നമ്മൾ. കാരണം നാം പുറത്തേക്ക് ഇറങ്ങുകയല്ലേ, ആത്മീയുദ്ധത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. എൻ്റെ ദൗത്യങ്ങളിൽ ഞാൻ എത്ര കണ്ടു പരാജയപ്പെട്ടാലും, ഞാനൊരു സ്ഥലം വാങ്ങുമ്പോൾ അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ഒരു ആശ്രമം പണിയുമ്പോൾ അതിൻ്റെ എഞ്ചിനീയറിംഗ് തെറ്റിയാലും, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങുമ്പോൾ അതിൻ്റെ കമ്പനി മാറിപ്പോയി, അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന വണ്ടിക്ക് പെട്രോളിന് പകരം ഡീസൽ ഒഴിച്ചു, തെറ്റുകൾ എന്തും പറ്റാം. ഇതെല്ലാം സംഭവിച്ച് ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരുന്നാലും എൻ്റെ ആത്മാവ് ബലഹീനമാകിയില്ല.
പക്ഷേ എന്നെ കീഴടക്കണമെങ്കിൽ 2 തലങ്ങളിൽ എന്നെ കീഴടക്കണം. ഒന്ന്, എൻ്റെ ദൈവത്തിൽ നിന്ന് ദൈവവുമായുള്ള എൻ്റെ ബന്ധം മുറിക്കണം. അതിന് എൻ്റെ ദൈവവുമായുള്ള എൻ്റെ ബന്ധം സൂക്ഷിക്കുന്ന രഹസ്യം എൻ്റെ ശത്രു അറിയണം. 2, എൻ്റെ സഹോദരങ്ങളുമായി, ഞാൻ അനുദിനം ജീവിക്കുന്ന വിൻസെന്റ് സഭയിൽ എൻ്റെ സഹോദര വൈദികരുമായിട്ടുള്ള എൻ്റെ ബന്ധം തകർക്കണം. എങ്കിൽ മാത്രമേ എന്നെ കീഴടക്കാനും എന്നെ ബലഹീനനാക്കാനും പറ്റുകയുള്ളൂ. എങ്കിൽ ഞാൻ അവരോട് പുലർത്തുന്ന ബന്ധത്തിൻ്റെ പിന്നിൽ ആത്മീയ രഹസ്യത്തെ ശത്രു അറിയണം. എങ്കിൽ മാത്രമേ അവൻ എന്നെ കീഴടക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ഒരിക്കലും അതറിയില്ല. അത് നീ പറഞ്ഞു കൊടുക്കാതെ ആര് പറഞ്ഞു കൊടുത്താലും അവനതറിയില്ല. നിങ്ങൾ പോയി പിശാചിനോട് പറയുകയാണ്, കക്കാട്ടുപള്ളിയച്ഛൻ 30 ദിവസത്തിൽ 18 ദിവസം ഉപവസിക്കുന്നയാളാണ്, അതാണ് അയാളുടെ ആത്മീയ കരുത്തെന്ന് നിങ്ങൾ പോയി പറഞ്ഞാൽ അവനത് അറിയില്ല. ഞാനത് അവൻ്റെ മുൻപിൽ കൊണ്ട് കീഴടക്കിയാലേ അവനത് അറിയുകയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഏത് ബന്ധത്തിൻ്റെയും പിന്നിൽ ഒരു രഹസ്യമുണ്ട്. ഏതെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് ഈ ധ്യാനപ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് എന്നോട് പറയുകയാണ്, എൻ്റെ അച്ഛാ, ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. 20 വർഷമായിട്ട് എൻ്റെ ദാമ്പത്യം തുടിച്ചുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദാമ്പത്യത്തെ പ്രതി ഞാൻ ആനന്ദിക്കാത്ത, ആഘോഷിക്കാത്ത ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് ചേർന്ന് നിന്ന് പറയും, ചേട്ടാ, ചേട്ടൻ പുലർത്തിയ ദാമ്പത്യ ഉടമ്പടിയുടെ പിന്നിൽ ചേട്ടൻ ഒരു വ്രതവും ഒരു രഹസ്യവും അറിഞ്ഞോ അറിയാതെയോ ദൈവസന്നിധിയിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് തകർത്തിട്ടില്ല, അത് പൊളിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഇന്നും സ്നേഹിക്കാൻ പറ്റുന്നത്. അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ രഹസ്യമുണ്ട്. അമ്മയും മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ രഹസ്യമുണ്ട്. സഹോദര ബന്ധങ്ങളിൽ രഹസ്യമുണ്ട്. ഈ രഹസ്യം എന്ന് പറയുന്നത് ആത്മീയ രഹസ്യമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാൻ വർഷങ്ങൾക്ക് മുൻപ്, നാളുകൾക്ക് മുൻപ് ഒരു സഹോദരനെ എനിക്ക് അറിയാം. അതിശക്തമായ ആത്മീയ ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം മാംസവും മത്സ്യവും ഒക്കെ കഴിക്കുന്ന ഒരു മാംസബുക്കായിരുന്നു. പക്ഷേ നവീകരണത്തിലൊക്കെ വന്ന് കുറേ കഴിഞ്ഞ് ഇദ്ദേഹം ഇത് കാലങ്ങളായിട്ട് അങ്ങ് ഉപേക്ഷിച്ചു. വർഷങ്ങളോളം അദ്ദേഹം ഇറച്ചിയോ മീനോ ഒന്നും കഴിക്കില്ല. അപ്പം ഞാനൊക്കെ വല്ലപ്പോഴും അതൊക്കെ കഴിക്കുന്നയാളാണ്. അപ്പം ഞാനൊരിക്കൽ എൻ്റെ ആ പരിചയത്തിലുള്ള ആ സഹോദരനോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നതാണ്? അദ്ദേഹം പറഞ്ഞു, ദൈവം എനിക്ക് തന്ന സ്നേഹത്തെ എപ്പോഴും സ്മരിക്കാൻ വേണ്ടി ഞാൻ ചെറിയ ഒരു ആത്മീയ തീരുമാനമെടുത്തതേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്രതം. അപ്പോൾ അദ്ദേഹം അങ്ങനെ അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, അദ്ദേഹം വെറും മത്സ്യവും മാംസവും മാത്രമല്ല, ജീവിതത്തിൽ പലതും ദൈവസ്നേഹം സൂക്ഷിക്കാനും കരുത്തനാകാനും വേണ്ടി വർജിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണെന്ന്. ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മാത്യു അച്ഛന് ഈ സഹോദരനെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട്. അദ്ദേഹം വലിയ വിഷാദ രോഗത്തിൽ കഴിയുകയാണ്. ആത്മഹത്യാ ടെൻഡൻസിയിൽ വിഷാദ രോഗത്തിൽ കഴിയുക. അത് കേട്ടതേ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ശക്തനായിരുന്ന, മിടുക്കനായിരുന്ന ഒരു മനുഷ്യൻ, കർത്താവിനെ മുഖാമുഖം കണ്ട് ദൈവസ്നേഹം അനുഭവിച്ച് ആ വഴിയിൽ നടന്ന ഈ മനുഷ്യന് എന്ത് പറ്റി? ഞാൻ ഞെട്ടിപ്പോയി. ഏതായാലും അവധിക്ക് വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണാമെന്ന് കരുതി ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഇരിക്കുമ്പോൾ അദ്ദേഹം എന്നെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. ഭാര്യയൊക്കെ വളരെ ദുഃഖിതയാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമം ഞാൻ നോക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അമ്പരന്ന് പോയി. അവിടെയുള്ള പോത്തും ആ ഏരിയയിലുള്ള കോഴിയും അതിലോടിപ്പോയി നടക്കുന്ന താറാവും ആടും എല്ലാം ആ മേശപ്പുറത്തുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരല്പമായിട്ട് അദ്ദേഹത്തെ മദ്യം മണക്കുന്നുണ്ട്. നല്ലൊരു മനുഷ്യൻ, ആത്മീയതയിലൊക്കെ ശക്തനായിട്ട് നിന്നൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അതാണ്. ഞാൻ ഇത് സഹോദരനോട് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അദ്ദേഹം എന്നോടാണ് സംസാരിക്കുക. ഞാൻ കേട്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, ചേട്ടാ, എനിക്കൊരു ചെറിയ ഒരു ഓർമ്മയുണ്ട്, ഒരു പഴയ ഓർമ്മ. പണ്ട് നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനൊരു സ്ഥലത്ത് പോയപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് ഞാൻ ചേട്ടനൊരു ചോദ്യം ചോദിച്ചത് ഓർക്കുന്നുണ്ടോ? പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛൻ. ആ ഭക്ഷണക്രമം, ആ ജീവിതശൈലിയൊക്കെ മാറ്റിയോ? അല്പം ഇറച്ചിയും മീനും കഴിച്ചതിൻ്റെ പേരിൽ ഞാൻ പരാതി പറയുന്നതല്ല. പക്ഷേ ആ ജീവിതശൈലിയൊക്കെ എത്ര കാലമായി മാറ്റിയിട്ട്? അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു 4 വർഷം മുൻപ് സാവകാശം ആ ജീവിതശൈലിയൊക്കെ മാറ്റാൻ തുടങ്ങി. കാരണം എന്താ? കാരണം എനിക്ക് പോലും അറിയില്ല. ഞാൻ ഓരോ ചെറിയ വ്രതങ്ങൾ അങ്ങ് മുറിക്കാൻ തുടങ്ങി. ആ വ്രതങ്ങൾക്കൊപ്പം എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന ദൈവിക രഹസ്യങ്ങളെ പലതിനെയും ഞാൻ കൈവിടാൻ തുടങ്ങി. എനിക്കതിനൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഉള്ളിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെക്കാൻ തുടങ്ങി. യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തു എന്ന് പറയുന്ന ദൈവിക രഹസ്യം എൻ്റെ ഉള്ളിൽ വലിയ കരുത്തായിരുന്നു. അതെടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചു. എനിക്കിപ്പോൾ ദൈവം ജീവിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്.
ആ മനുഷ്യൻ പറഞ്ഞതാ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ആ മനുഷ്യനോട് പറയുക. ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ ഞാൻ നിങ്ങളോട് പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞത് അറിഞ്ഞങ്ങ് പറഞ്ഞതാ. കാരണം അത് പറഞ്ഞ സമയത്ത് എനിക്കറിയാമായിരുന്നു ഈ മനുഷ്യൻ പറഞ്ഞത് സത്യമല്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നല്ല ഈ മനുഷ്യൻ പറയുന്നത്, ആരോ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് തിരിച്ചറിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ഉള്ളിൽ പറഞ്ഞു, കർത്താവേ, നീ ഇവനെ കീഴടക്കുന്നു. ഹല്ലേലൂയ. നീ ഇവനെ കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു. ദൈവവചനവും ആത്മാവിനെ കീഴടക്കിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അല്പം കൂടി കഴിഞ്ഞു. ഓരോ കാര്യങ്ങളും ഇദ്ദേഹം പറഞ്ഞ് അദ്ദേഹം ആത്മീയ രഹസ്യങ്ങളെ പുറത്തേക്ക് എറിഞ്ഞതും അദ്ദേഹത്തിൻ്റെ ജീവിതം ബലഹീനമായി വ്രതങ്ങൾ തെറ്റിയതിൻ്റെ കഥ അദ്ദേഹം എന്നോട് പറയാൻ വേണ്ടി തുടങ്ങി. അവസാനം പറഞ്ഞു തീർന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തോടൊന്നും പറയാനില്ലായിരുന്നു. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മീയ വിഷാദരോഗത്തിൻ്റെയും ആത്മഹത്യാ പ്രേരണതയുടെയും കാരണങ്ങൾ കണ്ടെത്തിയിരുന്നു. ഞാൻ ആ ജ്യേഷ്ഠനോട് ചോദിച്ചു, ചേട്ടാ, നമുക്ക് തിരിച്ചു നടക്കാം, നമുക്കിനിയും വ്രതങ്ങൾ എടുക്കാം, ദൈവസന്നിധിയിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാം. ഉത്ഥാനത്തിൻ്റെ രഹസ്യം, ദൈവം സ്നേഹിക്കുന്നു എന്ന രഹസ്യം, കർത്താവ് കരുണ കാട്ടുന്നു എന്ന രഹസ്യം, ഈശോയ്ക്ക് മനുഷ്യനെ തൊട്ട് സൗഖ്യപ്പെടുത്താൻ പറ്റുമെന്നുള്ള രഹസ്യം, ഇതെല്ലാം ഇന്ന് സഹോദരന് വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് വീണ്ടും വ്രതങ്ങൾ എടുക്കാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞങ്ങൾ സന്ധ്യ വൈകുവോളം ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ആ ഭവനത്തോട് വലിയ സ്നേഹമുണ്ടായിരുന്നുകൊണ്ട് ദീർഘസമയം ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ വീട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും എനിക്ക് നഷ്ടപ്പെട്ട ദൈവിക രഹസ്യങ്ങളും എനിക്ക് നഷ്ടപ്പെട്ട ആത്മീയ വ്രതങ്ങളും തിരിച്ചു വരുന്നത് പോലെ എനിക്ക് തോന്നി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞങ്ങൾ കൂട്ടായിട്ട് ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ചും ആത്മീയ വ്രതങ്ങളെക്കുറിച്ചും തീരുമാനമെടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആ ഭവനത്തെ പ്രതി, ആ സഹോദരനെ പ്രതി, ആ ചേച്ചിയെ പ്രതി, അവൾ വീട്ടിലെ കുഞ്ഞുങ്ങളെ പ്രതി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം പറയുകയാണ്. അവരെല്ലാം ആത്മീയ വ്രതങ്ങളിലൂടെ രഹസ്യങ്ങളിൽ തിരിച്ചറിഞ്ഞ് വീണ്ടും സ്വീകരിച്ച് കരുത്തരായി മാറി. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 ദിവസം ധ്യാനിച്ചു നിങ്ങളിവിടെ. 5-ാമത്തെ ദിവസത്തിൻ്റെ അവസാനമെത്തി നിൽക്കുകയാണ്. നിങ്ങളിൽ പലർക്കും ദൈവത്തിൻ്റെ ദർശനം കിട്ടിയിട്ടുണ്ട്. മനുഷ്യർ സൗഖ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിരിക്കും. രോഗസൗഖ്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ സംഭവിച്ചിരിക്കും. സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. ദൈവാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായി എന്നുമിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, സ്വർഗം തുറന്ന് ദൈവപിതാവിൻ്റെ ശബ്ദം പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ഇങ്ങനെ പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അത് കർത്താവിനെ യേശു ക്രിസ്തുവിനെ നോക്കി പറഞ്ഞതാണ്. അവർക്കുമുള്ളൊരു സന്ദേശമായിരുന്നു. അത് താങ്ങാൻ അവർക്ക് പറ്റിയില്ല. ദൈവം നേരിട്ട് സംസാരിച്ചിട്ടും കാര്യം എന്തായിരുന്നു സ്നേഹിതരെ? അതിൻ്റെ കാരണം അവരുടെ ശരീരവും മനസ്സുമൊന്നും അത് താങ്ങാനും അത് സ്വീകരിക്കാനും അതിൽ വളരാനും പാകത്തിന് ഒരുക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഞാനും നിങ്ങളും ക്രിസ്ത്യാനികളാണ്. യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന സന്ദേശം നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 10 പതിറ്റാണ്ടുകളായി. പക്ഷെ ആ സന്ദേശം ഈ ശരീരത്തിൽ ജീവിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ദൈവിക രഹസ്യങ്ങളിലേക്ക്, ദൈവിക വ്രതങ്ങളിലേക്ക്, ആത്മീയ വ്രതങ്ങളിലേക്ക് തിരിച്ചു പോകണം. ആർക്കും കീഴടങ്ങാത്ത രഹസ്യങ്ങളിലേക്ക് തിരിച്ചു പോകണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ എനിക്കും നിങ്ങൾക്കും ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ്. തലേ ദിവസം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് കർത്താവിനെ ആക്രമിക്കാൻ വന്ന പട്ടാളക്കാരൻ്റെ ചെവി അറുത്ത പത്രോസിൻ്റെ ആ സ്നേഹമുണ്ടല്ലോ, അത് മണിക്കൂറുകൾക്കിപ്പുറം അപ്രത്യക്ഷമായതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവനും ആത്മീയ രഹസ്യത്തിലും ഉടമ്പടിയിലും വ്രതത്തിലും ദൈവവുമായി ബന്ധം സ്ഥാപിച്ചിരുന്നില്ല എന്നതുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങളിന്ന് ധ്യാനമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നിങ്ങൾ ബന്ധങ്ങളിലേക്കാണ് തിരിച്ചു പോകുന്നത്. ഭാര്യമാർ പോകുന്നത് ഭർത്താവിൻ്റെ ജീവിത പരിസരത്തേക്കാണ്, സ്നേഹച്ചൂടിലേക്കാണ്. ഭർത്താക്കന്മാർ തിരിച്ചു ചെല്ലുന്നത് നിങ്ങൾക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയുടെ ജീവിത പരിസരത്തേക്കാണ്. അസ്മേദേവൂസ് എന്ന് പറയുന്ന ഭൂതം തോബിയാസിന്റെ ഭവനത്തിൽ സാറായുടെ മണവറയ്ക്ക് പുറത്ത് കാവൽ നിന്നിരുന്നു, അവരെ തകർക്കാൻ വേണ്ടി, അവരുടെ ബന്ധം തകർക്കാൻ വേണ്ടി. സ്നേഹമുള്ള സഹോദരങ്ങളെ, റഫായേൽ എന്ന് പറയുന്ന മാലാഖയുടെ തീവ്ര യുദ്ധമാണ് അവസാനം ഒരു കുടുംബം സ്ഥാപിക്കാൻ പോലും, ഒരു ദാമ്പത്യം സ്ഥാപിക്കാൻ പോലും ആ പാവപ്പെട്ട മനുഷ്യരെ അനുവദിച്ചതെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളും നിങ്ങളുടെയും ദാമ്പത്യം, നിങ്ങളുടെയും മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള ജീവിത സൗഹൃദങ്ങൾ, നിങ്ങളുടെ അയൽപക്കക്കാരുമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹ സൗഹൃദങ്ങൾ, നിങ്ങളുടെ ആത്മീയ ബന്ധങ്ങൾ, ആത്മീയ കൂട്ടായ്മകളെല്ലാം സാത്താൻ അന്ധകാരം അങ്ങനെ വെറുതെ വിട്ടിരിക്കുകയാണെന്ന്? ഇല്ല. വാക്കു ചിതറിച്ച്, സ്നേഹം ചിതറിച്ച്, ആത്മാവിനെ മുറിവേൽപ്പിച്ച്, നിങ്ങളുടെ വികാരങ്ങളെ കീഴ്പ്പെടുത്തി,
ഭാര്യമാരെ നിങ്ങളെ ഭർത്താക്കന്മാരെ സ്നേഹിക്കാനാവാതെ, ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് ദൈവം തന്ന ഭാര്യമാരെ സ്നേഹിക്കാനാകാതെ, മക്കളെ നിങ്ങൾക്ക് അപ്പന്മാരെ സ്നേഹിക്കാനാവാതെ, അപ്പന്മാരെ നിങ്ങൾക്ക് മാതാപിതാക്കന്മാരെ നിങ്ങൾക്ക് മക്കളെ സ്നേഹിക്കാനാവാതെ നിങ്ങളെ ബലഹീനമാക്കുന്ന രാവുകളിലേക്കും പകലുകളിലേക്കുമാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഗദരയുടെ നാട്ടിൽ കർത്താവ് കണ്ടുമുട്ടിയ, കർത്താവിനെ കാത്തിരുന്ന, കർത്താവ് തേടിപ്പോയ ആ രണ്ട് ചെറുപ്പക്കാരെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ട വീട്ടിലിരിക്കുന്നവർ അലമുറിയിട്ട് കരയുകയായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവരുടെ ഉള്ളിൽ സംഗീതമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ മക്കളുടെ മുഖത്ത് ചിരിയില്ലാഞ്ഞിട്ടല്ല, അവർക്ക് സ്നേഹത്തോടെ സംഭാഷിക്കാൻ അറിവില്ലാഞ്ഞിട്ടല്ല, അവരെ അങ്ങനെ സംസാരിക്കാൻ അനുവദിക്കാത്ത ആത്മീയ പീഡകളിൽ അവർ കഴിയുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങളിൽ പലരും രോഗികളായി തീരേണ്ടവരായിരുന്നില്ല, നിങ്ങളിൽ പലരും ബലഹീനരാകേണ്ടിയിരുന്നവരല്ല. നമ്മൾ തന്നെ വഴിയിൽ കിടക്കുന്ന പാപത്തിൻ്റെയും തിന്മയുടെയും കല്ലെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് നമ്മെ തന്നെ കബറിടങ്ങളിൽ കെട്ടിയിട്ടിട്ട് സാധിക്കുന്ന അകലത്തിൽ നമ്മുടെ ദേഹത്തെ നമ്മൾ സ്വയം മുറിവേൽപ്പിച്ചില്ലേ? രൂപരഹിതരാകാൻ വേണ്ടി ആ ആത്മാവിനിയും നമ്മുടെ ജീവിത പരിസരങ്ങളിൽ പാഞ്ഞു നടക്കുകയാണ്. തിരിച്ചു വരാൻ ശേഷിയുള്ളവനാണവൻ, നമ്മെ കീഴടക്കാൻ ശേഷിയുള്ളവനാണവൻ. എപ്പോഴാണ് അവൻ നമ്മെ കീഴടക്കാനാവാത്തത്? നിങ്ങൾ ദൈവവും നിങ്ങൾ മനുഷ്യനും നിങ്ങളും നിങ്ങളുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ ദൈവം തന്ന പ്രകൃതിയും ജീവിക്കാൻ തന്ന ദാനങ്ങളുമായി സ്ഥാപിച്ച സ്നേഹ ഉടമ്പടിക്കുള്ളിൽ രഹസ്യമുണ്ടെങ്കിൽ, വ്രതമുണ്ടെങ്കിൽ, അത് വിദ്യാസമ്പന്നനും വിധിയില്ലാത്തവനും കൊച്ചും വലിയവനും ഒക്കെ സ്വീകരിക്കേണ്ട ഒരു തീരുമാനമാണ്. വ്രതങ്ങളാൽ നിങ്ങളുടെ ആത്മീയ രഹസ്യങ്ങളെ സൂക്ഷിക്കുക. നിങ്ങൾ എവിടെയെല്ലാം പോയി ആരെല്ലാമായി ബന്ധപ്പെടുന്നുവോ ആ ബന്ധങ്ങളെല്ലാം ദൈവാത്മാവ് സംരക്ഷിക്കും. ഒരു പൂച്ചെടി നട്ടാൽ ആ പൂച്ചെടിയോടൊരു സ്നേഹം വേണ്ടേ അത് വളർന്നു വരാൻ വേണ്ടി? മുറ്റത്തൊരു കോവൽ നട്ടാൽ ആ നട്ട കോവലിനോടൊരു സ്നേഹം വേണ്ടേ ആ കോവൽ പന്തലിച്ച് കോവയ്ക്ക് എടുത്ത് കറി വെച്ച് കഴിക്കാൻ? എന്തും ചെയ്യാൻ ഒരു സ്നേഹം വേണ്ടേ? ഒരു വാഹനം നിങ്ങൾ 10 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ആ വാഹനത്തോടുള്ളൊരു സ്നേഹമുണ്ടെങ്കിലല്ലേ ആ വാഹനം 10 വർഷം നമുക്ക് ഓടിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ 10 ആഴ്ച കൊണ്ട് നമ്മൾ അവനെ തകർക്കില്ലേ? അതിനെല്ലാം ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? സ്നേഹമുള്ളവരെ, നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ? നമുക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ? നമുക്കിത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണോ? ഒന്നുമല്ല. പക്ഷെ എന്തുകൊണ്ടത് സംഭവിക്കുന്നു? നമ്മെ അലമുറയിട്ട് കരയിപ്പിക്കുന്ന, ചിരിക്കേണ്ടിടത്ത് നമ്മെ അലമുറയിട്ട് കരയിപ്പിക്കുന്ന, സാവകാശം നടക്കേണ്ടിടത്ത് നമ്മെ കൊണ്ട് ഓടിപ്പിക്കുന്ന, വെറുതെ ഇരുന്ന് ധ്യാനിക്കേണ്ടിടത്ത് നമ്മെ ഇട്ട് വിറകൊള്ളിപ്പിക്കുന്ന ഒരു ആത്മാവിന്റെ അന്ധകാരം അനുദിനം നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആത്മാവ് പുറത്തു പോകണം. അവന്റെ ലക്ഷ്യം പന്നിക്കൂട്ടമാണ്. ആ പന്നിക്കൂട്ടത്തിൽ ചെല്ലുമ്പോൾ അവൻ നമ്മെ കാണിക്കാൻ പോകുന്നത് മരണമാണ്. സ്നേഹമുള്ളവരെ, മരണമാണ്. അതുകൊണ്ട് ആ മരണത്തിൽ നിന്ന് തിരിച്ചു നടക്കാൻ നമുക്ക് ഏവർക്കും ജാഗ്രതയോടെ ഒരുങ്ങാം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ പരിത്രാണ കൺവെൻഷന്റെ സമാപന ദിവസത്തെ ഈ സന്ദേശം ഞാൻ സമാപിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. വ്രതങ്ങളില്ലാതെ ജീവിക്കരുതേ. ഉടമ്പടിക്കുള്ളിൽ രഹസ്യം സൂക്ഷിക്കണം. എല്ലാ ദൈവിക ഉടമ്പടിക്കുള്ളിൽ ഒരു രഹസ്യം സൂക്ഷിക്കണം. എങ്ങനെ? ഉത്ഥാനം ഒരു രഹസ്യമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഒരു ആത്മീയ രഹസ്യമാണ്. നമുക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ടെന്നുള്ളൊരു ആത്മീയ രഹസ്യമാണ്. നമുക്കൊരു രോഗം വന്നാൽ, തകർച്ച വന്നാൽ, സഹനം വന്നാൽ നിൽക്കുന്ന നിമിഷത്തിൽ കർത്തൃനാമം വിളിക്കുമ്പോൾ അവൻ നമ്മെ ഉണർത്തുമെന്നുള്ളതൊരു ആത്മീയ രഹസ്യമാണ്. ഈ ആത്മീയ രഹസ്യം ശക്തിയുള്ള രഹസ്യമായി മാറുന്നത് അത് നമ്മൾ കാതിൽ പുറത്തുനിന്ന് കേൾക്കുമ്പോഴല്ല, ആത്മാവിൽ ഉള്ളിൽ നിന്ന് അനുഭവിക്കുമ്പോഴാണ്. ആത്മാവിൽ നിന്ന് ഇപ്രകാരമുള്ള ആത്മീയ രഹസ്യങ്ങളെ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കാൻ വേണ്ടി സ്ഥിരമായ ആത്മീയ വ്രതങ്ങളിൽ നമ്മൾ കഴിയണം. എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ 24 മണിക്കൂറും എല്ലാ ദിവസവും നിങ്ങളെ സ്വയം പീഡിപ്പിക്കണമെന്നോ ഉപവസിപ്പിക്കണമോ എന്നോ ഇല്ലാതാക്കണമോ ഒന്നും അല്ല. പരിമിതമായ ജീവിതത്തിന്റെ ആനന്ദവും സന്തോഷവും ഒക്കെ അനുവദിക്കപ്പെടുന്ന കർത്താവും ദൈവവചനവും അനുഭവിക്കുന്ന ആത്മീയ ആഘോഷങ്ങളും ജീവിത സന്തോഷങ്ങളും നിങ്ങൾ അനുഭവിക്കുമ്പോഴും, സ്നേഹമുള്ള സഹോദര സഹോദരി, നിന്നോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ നീ ജീവിച്ചല്ലോ. ഇന്ന് നിനക്ക് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ രഹസ്യം സൂക്ഷിക്കാൻ ജീവിതത്തിൽ ഒരു വ്രതമുണ്ടായിരുന്നോ? ഒരു കടപ്പാടുണ്ടായിരുന്നോ? കർത്താവിൻ്റെ ഒരു കൽപ്പന നീ ആത്മാവിൽ പേറിയിരുന്നോ? അതിനെ ധ്യാനിച്ചിരുന്നോ? വെറുതെ നടന്ന് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാനും വെറുതെ അങ്ങനെ ജീവിച്ച് നിത്യജീവൻ അർഹനാകാനും എനിക്കും നിങ്ങൾക്കും പറ്റില്ല. അത് വേണമെങ്കിൽ യേശു വഴിയിൽ നടക്കണം. ഹല്ലേലൂയ. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജർമ്മനിയിൽ നിന്ന് ഫ്ലൈറ്റിലിരുന്ന് നാട്ടിലേക്ക് പോരുമ്പോൾ ഒരു പറ്റം സായിപ്പന്മാരുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുകയാണ്. അവർ പോരുന്ന വഴിയിൽ എന്നോട് ചോദിച്ചു, താങ്കൾ ആരാണ്? ഞാൻ പറഞ്ഞു, ഞാനൊരു ഇന്ത്യയിൽ നിന്നുള്ളൊരു കത്തോലിക്ക പുരോഹിതനാണ്, ഞാൻ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു.
അദ്ദേഹം അവരെന്നോട് ചോദിച്ചു, ജർമ്മനിയിൽ നിങ്ങൾ എന്തന്വേഷിക്കുകയാണ്? ഞാൻ പറഞ്ഞു, ജർമ്മനിയിൽ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയവനെ കൊടുക്കുകയാണ്, യേശു ക്രിസ്തുവിനെ. ഹല്ലേലൂയ. എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയത്? ഞാൻ പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ തിരുസഭയിൽ ഒരു പുരോഹിതനായി ജീവിക്കുന്നതിന് മുൻപൊക്കെ കർത്താവിനെ തിരുസഭയിലെ കുദാശകളിലൂടെയും കൽപ്പനകളിലൂടെയും ഒക്കെ ഞാൻ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചു. അപ്പോൾ അതിലൊരു സായിപ്പ് എന്നോട് പറയുകയാണ്, നീ 10 കൽപ്പന പാലിച്ച് എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് ദൈവത്തെയും ദൈവാനുഭവവും സ്വീകരിക്കണം? ഞങ്ങൾ നിന്റെ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് വരികയാണ്. അവിടെ കുനിഞ്ഞിരുന്ന് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടാൽ, അവിടെ വന്നിരുന്നൊന്ന് ശ്വാസം വലിച്ചു വിട്ടാൽ, അതിൽ 4 റൗണ്ട് നടന്ന എത്ര എളുപ്പത്തിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ദൈവാനുഭവം കിട്ടും. എന്തിന് നീ വേണ്ടാത്ത കൽപ്പനകളും പീഡകളും വെച്ച് ദൈവത്തെ സ്വീകരിക്കണം? എൻ്റെ പൊന്നു മനുഷ്യ, നീ തിരിച്ചു പോ നിന്റെ നാട്ടിലേക്ക്. അവിടെ പോയി വേറെ വല്ലതുമൊക്കെ സ്വീകരിച്ച് നടക്ക്. ഞാൻ ഒരു മതങ്ങൾക്കും എതിരെ സംസാരിക്കുകയല്ല. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജർമ്മൻകാരൻ എന്നോട് പറഞ്ഞതാണ്, നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വ്രതങ്ങളും കൽപ്പനകളും ശിരസിലും ആത്മാവിലും ഒക്കെ പേറി ദൈവാനുഭവം സ്വീകരിക്കുന്നത്? ഇതൊന്നുമില്ലാതെ ദൈവത്തെ കിട്ടുന്ന ഓരങ്ങളും ചുറ്റുപാടുകളും നിന്റെ നാട്ടിലുണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലുമുണ്ടല്ലോ. അവിടെ പോയി ദൈവത്തെ അന്വേഷിക്കുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഹെരോദോസ് പറഞ്ഞു വിടുന്ന വഴിയിൽ പോയാൽ, ദൈവത്തെ അന്വേഷിച്ചാൽ എനിക്ക് കിട്ടില്ലല്ലോ എൻ്റെ കർത്താവിനെ. അത് ഞാൻ ആത്മാവ് നയിക്കുന്ന വഴിയിൽ തന്നെ പോകണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്ന ദൈവാന്വേഷണത്തിനും ദൈവാനുഭവത്തിനും ദൈവിക രഹസ്യങ്ങൾക്കുമൊക്കെ അല്പം കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാട് ആനന്ദവും ആഘോഷമായി മാറുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ നമ്മൾ ദൈവാത്മാവിന് ഇടം കൊടുക്കുമ്പോഴാണ്. ദൈവം നമ്മളിൽ വസിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. 25ാമത്തെ പരിത്രാണ കൺവെൻഷൻ സമാപിക്കുന്ന ഈ ദിവസം ഈ വചന ശുശ്രൂഷയിലും ഈ പ്രാർത്ഥനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഈ ജൂബിലി കൺവെൻഷൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും ആത്മീയവരങ്ങളും കിട്ടുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സഹോദരങ്ങളെ, ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും മുൻപ് യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വ്രതങ്ങളെടുക്കാനും ആത്മീയ രഹസ്യങ്ങൾ സൂക്ഷിക്കാനും ആത്മീയ രഹസ്യങ്ങളുടെയും വ്രതങ്ങളുടെയും ഉള്ളിൽ നിന്ന് ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും അപ്പനെയും അമ്മയും ഒക്കെ സ്നേഹിക്കാനും പുതിയൊരു സ്നേഹത്തിൻ്റെ സംസ്കാരം രൂപപ്പെടുത്താനും അപ്രകാരം മുറിവേറ്റ സ്നേഹ സംസ്കാരത്തിൽ നിന്ന് ബലവും ആരോഗ്യമുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരാനും നിങ്ങൾക്ക് കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.